സാമ്പാറിന് പകരം ഒരു വെറൈറ്റി വെജ് കറി ഉണ്ടാക്കിയാലോ? ഹലോ, നമുക്ക് കുറച്ച് വെജീസ് കിട്ടിയിട്ടുണ്ട്. ചെറുതായി മുറിച്ചിട്ട് കുക്കറിലിട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് മൂടിയിട്ട് ഒരു 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായതിന് ശേഷം 2 സവാള ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി, 2 പച്ചമുളക് ചെറുതായി മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോസ് നന്നായി വെന്ത് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇടാനുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ വെജിറ്റബിൾ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കയ്യിലില്ലെങ്കിൽ സാമ്പാർ പൊടി ആയാലും മതിയാവും. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമായാലും മതിയാവും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായി മുറിച്ച് വെച്ച വെണ്ടക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെണ്ടക്ക ഞാൻ കുക്കറിൽ വേവിച്ചിട്ടില്ല, കാരണം കുക്കറിലിട്ടാൽ അത് നല്ലോണം വെന്തു പോകും. അപ്പോൾ അതിനെ ഞാൻ ഡയറക്റ്റ് മസാലയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് 1 മിനിറ്റ് വേവിച്ചെടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ വറുത്തരച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ഇട്ടാലും മതിയാവും. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബാക്കി വെജിറ്റബിൾസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമും കൂടി ചേർക്കാവുന്നതാണ്. ഞാൻ ഫ്രഷ് ക്രീം കയ്യിലില്ലാത്തത് കൊണ്ട് തേങ്ങാപ്പാലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുക്, ഉഴുന്ന്, വലിയ ജീരകം, ചെറിയ ജീരകം, കറിവേപ്പില, വെളുത്തുള്ളി, വറ്റൽമുളക് ഇതൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് കസൂരി മെത്തിയും കൂടി ചേർത്ത് ഇതിനെ നമ്മുടെ കറി മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.